പാലക്കാട്ട് യുവതിക്ക് പാമ്പ് കടിയേറ്റ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇക്ബാൽ അറക്കൽ ആശുപത്രിയിലുണ്ട്. ഇക്ബാൽ അറക്കൽ, ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിൽ യുവതിക്ക് പാമ്പ് കടിയേറ്റ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് ഇക്ബാൽ അറക്കലാണ്. നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇപ്പോൾ മന്ത്രി എത്തിയോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ? സുജയ, ഇന്ന് രാവിലെ 11 മണിക്കാണ് പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഈ സ്ത്രീകളുടെ വാർഡിൽ വെച്ച് പാലക്കാട് പുന്നരം സ്വദേശിനിയായ യുവതിക്ക് പാമ്പ് കടി ഏറ്റത്. ഇപ്പോൾ ആ ഒരു സംഭവം നടന്നിട്ടുള്ള ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ ഡെങ്കി പനി ബാധിച്ചിട്ടുണ്ടായിരുന്ന 10 മാസം മാത്രം പ്രായമുള്ള പെൺകുട്ടിയുമായി ഗായത്രി ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇവിടെ എത്തിച്ച് ചികിത്സ നൽകുന്നതിനിടയിൽ ഇന്ന് രാവിലെ 11 മണിക്കാണ് ഗായത്രിക്ക് ഈ പാമ്പ് കടി ഏറ്റത്. ഇപ്പോൾ ഈ വിവരം അറിഞ്ഞാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DMO ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ മിഷനറി വരണ്ടേ? മിഷനറി 20 കോടി ഉൾപ്പെടെ മിഷനറി ഉണ്ട്. അത് വന്നു കഴിയണ്ടേ? പക്ഷേ ഈ പാലക്കാട് പോയ യുവതിയെ സന്ദർശിച്ചിട്ടുണ്ടോ? എന്താ അവരുടെ അവസ്ഥ? ഇല്ല, ഒരു വിഷമമില്ല. ഇനി ഇപ്പോൾ പോയിസൺ പറഞ്ഞത് അങ്ങനെ ആയിട്ടില്ല. 5 മണിക്കൂർ കൂടി അവർ നോക്കിയ ശേഷമേ, ടെസ്റ്റ് ചെയ്ത ശേഷമേ, ഇപ്പോൾ ഒരു വിഷമമില്ല. ചെറിയൊരു കെട്ടുവരെയും പോലത്തെ ഒരു പാമ്പാണ്. ഇനി കൂടുതൽ പാമ്പുകൾ ഇവിടെ ഉണ്ടെന്നൊരു ആശങ്ക രോഗികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇത് പെല്ലെവിടെ ഇല്ല, നമ്മുടെ വീടുകളിലൊക്കെ ഇല്ലേ. ശരി, ആശുപത്രി, സർക്കാർ ആശുപത്രി. അതെ, ഞാൻ സമ്മതിച്ചോ ഇല്ല എന്നൊന്നും ഞാൻ കുറ്റം പറയലല്ല. നിങ്ങൾ പറയണത് എതിരല്ല. നമ്മളത് വൃത്തിയാക്കിക്കൊണ്ട് വെക്കേണ്ടതൊരു അത് നമ്മൾ ചെയ്യാനുള്ളൊരു ഏർപ്പാട് ചെയ്യാം. ചെറിയൊരു കുട്ടിയെ ചികിത്സിച്ചിരുന്ന ഒരു വാർഡിൽ വേണ്ടി ചൂട് തട്ടാൻ വേണ്ടി ചൂടുള്ള സ്ഥലത്തേക്ക് പാമ്പുകൾ വരിക സ്വാഭാവികമാണല്ലോ. അതങ്ങനെ വന്നതാണ്. ആ വന്നത് നമ്മൾ നോക്കേണ്ടതാണ്. നമ്മുടെ കയ്യിൽ വീഴ്ചയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. അത് കുറച്ചുകൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഉപദേശക സമിതി ഉണ്ടല്ലോ, ആശുപത്രിയുടെ ഉപദേശക സമിതിയും മുനിസിപ്പാലിറ്റിയും കൂടി അവർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും. അതൊക്കെ അന്വേഷണം ഉണ്ടാവും. അതുണ്ടാകണ്ടേ? ശരി. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാരെ ഇപ്പോൾ ഞാൻ കണ്ടതാണ്. സുജിയ, മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ യുവതിയെ നേരിട്ട് കണ്ടിരുന്നു. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന രീതിയിലുള്ള വിവരമാണ് മന്ത്രിക്ക് ഉൾപ്പെടെ ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും. കാരണം സർക്കാർ ആശുപത്രിയാണ്. ഇതിനു മുമ്പിൽ സർക്കാർ സ്കൂളുകളിൽ വെച്ചെല്ലാമാണ് പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥികൾ മരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ പാലക്കാടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. 10 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ചികിത്സ നൽകാൻ വേണ്ടിയാണ് ഈ പുതുനഗരം കരിപ്പോട് സ്വദേശിനിയായിട്ടുണ്ടായിരുന്ന ഗായത്രി ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇക്ബാൽ ഉള്ളത്. അവിടെ നിന്നും ആദ്യം തന്നെ ദൃശ്യങ്ങളും എല്ലാം ഇക്ബാലാണ് എത്തിച്ചത്. ഗായത്രിക്ക് പാമ്പ് കടിയേറ്റു. ഗായത്രിക്ക് ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായിട്ടൊക്കെ സംസാരിച്ചതിനു ശേഷം ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ വ്യക്തമാക്കിയത്. നമ്മുടെ ആശുപത്രികൾ സുരക്ഷിതമാകണം. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗിയെ അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരെ പാമ്പ് കടിക്കാനുള്ളതല്ല സർക്കാർ സംവിധാനങ്ങൾ. അതൊക്കെ ഒന്ന് മാറണം. എല്ലാം ഒന്ന് മെച്ചപ്പെടണം. അതുവരെ ഞങ്ങളുടെ ഒരു നോട്ടം അവിടെയൊക്കെ ഉണ്ടാകും.